എല്ലാവർക്കും റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +2 ബയോളജീൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന കാര്യമാണ്. സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ആ ഒരു ഓർഗാനിസിന് ആ ഒരു ജീവജാലം ജീവിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 ഫേസായിട്ടാണ് നമുക്ക് ആ ഓർഗാനിസത്തെ തരംതിരിക്കാൻ പറ്റുന്നത്. അതിൻ്റെ പീരീഡ് ഓഫ് ഗ്രോത്തിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ഫേസാണ് ജുവനൈൽ ഫേസ്. ഇപ്പോൾ ജുവനൈൽ ഫേസ് എന്ന് വെച്ചാൽ പീരീഡ് ഓഫ് ഗ്രോത്ത് ഫേസാണ്. വളർച്ചാ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് പീരീഡ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗാനിസത്തിൻ്റെ ജുവനൈൽ ഫേസ് കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് ഫേസ് ദി ഓർഗാനിസം ഈസ് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഫേസ് കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫേസാണ് സെൻസെൻ്റ് ഫേസ്. SENESCENT സെൻസെൻ്റ് ഫേസ്. അപ്പോൾ സെൻസെൻ്റ് ഫേസ് ആ ഓർഗാനിസം എത്തിയാൽ വാർദ്ധക്യകാലമാണ്. അത് കഴിഞ്ഞാൽ ഓർഗാനിസം അവിടെ നിന്നും മരിച്ചു പോകും, അതിൻ്റെ ലൈഫ് സ്പാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഓർഗാനിസത്തിൻ്റെ 3 ഡിഫറെൻറ്റ് ഫേസ്. ഒന്നാമത്തെ ഫേസ് ജുവനൈൽ ഫേസ് ആണ്, അത് പീരീഡ് ഓഫ് ഗ്രോത്ത് ആണ്. Second one is reproductive phase, which means during this period it is reproductively active or it can produce young ones. Then third one is senescent phase. Senescent phase means it is the final stage of an organism. അടുത്ത സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ഫ്ലവറിങ് എന്നതാണ്. ഫ്ലവറിങ് ഒരു പ്ലാന്റ്സിൽ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഫ്ലവറിങ് ഒരു പ്ലാന്റ്സിൽ എത്ര ടൈം ഗ്യാപ്പിലാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് പ്ലാന്റ്സിന് പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആനുവൽ പ്ലാന്റ്, ബൈനിയൽ പ്ലാന്റ് ആൻഡ് പെരനിയൽ പ്ലാന്റ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആനുവൽ പ്ലാന്റ് വിച്ച് മീൻസ് ഫ്ലവറിങ് ഒക്കർ ഇൻ 1 year. ഓരോ വർഷത്തിലും പൂക്കുന്ന ചെടികൾ എന്ന് നമുക്ക് പറയാം. ദെൻ second one is biennial plant, BINNEL, biennial plant. Biennial plant means these are the plants flowering occurs in between 2 years. 2 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പ്ലാന്റുകൾ. Then third one is perennial plant, PER, perennial plant, which means these are the plants flowering occurs in more than 2 years. 2 വർഷത്തിൽ കൂടുതലെടുക്കും ഫ്ലവറിങ് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് പെരനിയൽ പ്ലാന്റ്സ്. പെരനിയൽ പ്ലാന്റ്സിന് പ്രധാനമായിട്ടും 2 എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ ബാംബു ആണ്. ബാംബു ട്രീ. ഇൻ ബാംബു ട്രീ ഫ്ലവറിങ് ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ 50 to 100 years. 50 വർഷം 100 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇത് ഡാമേജിലായി പോകുന്നതായിരിക്കും പ്ലാന്റ്. അടുത്ത സെക്കൻഡ് വൺ ഈസ് നീലക്കുറഞ്ചി എന്നാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. നീലക്കുറിഞ്ഞിയെ കുറിച്ചിട്ട് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവാണ്. നമുക്കത് കാണണമെങ്കിൽ, ആ ചെടി കാണണമെങ്കിൽ ഷോല നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലെ ആനമുടിയിൽ പോയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ സീസൺ 12 വർഷത്തിലൊരിക്കൽ ഫ്ലവറിങ് ടൈമിൽ പോവുകയാണെങ്കിൽ ഈ പൂവ് പൂത്ത് നിൽക്കുന്നതും കാണാൻ പറ്റും. അപ്പം നീലക്കുറിഞ്ചി ദി ഫ്ലവറിങ് ഒക്കേഴ്സ് വൺസ് ഇൻ 12 years. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് ബാംബു ട്രീസ്. ദി ഫ്ലവറിങ് ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ 50 to 100 years. ഒരു പ്രാവശ്യം ഫ്ലവർ കാണത്തുള്ളായിരിക്കും. ദെൻ അടുത്തത് നമ്മൾ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ കുറിച്ച് പറയുന്നതാണ്. ഒരു ഓർഗാനിസത്തെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് അതിന് റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പ്രധാനമായിട്ടും നമ്മൾ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അനിമൽസിനെയാണ് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് വൺ പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസിന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ ഹ്യൂമൻ ബീൻസിലൊക്കെയാണ്. എക്സാമ്പിൾ ഹ്യൂമൻ ബീൻസ്, പ്രൈമേറ്റ്സ്. സെക്കൻഡ് വൺ നോൺ പ്രൈമേറ്റ്സിലുള്ള കാര്യമാണ്. In non-primates, the reproductive cycle is called estrous cycle. OESTROUS, estrous cycle. എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ, എന്താണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ദി സൈക്കിൾ ഓഫ് ഈവൻസ് that takes place in the
ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ഒന്നുകൂടെ പറയാം, മെൻസ്ട്രൽ സൈക്കിൾ ഈസ് ദി സൈക്കിൾ ഓഫ് ഈവൻറ്റ് takes place in the reproductive phase of females of primates. പ്രൈമേറ്റ്സിലുള്ള ഫീമെയിൽസിൽ നടക്കുന്ന സൈക്കിൾ ഓഫ് റീപ്രൊഡക്റ്റീവ് ഈവൻസിന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നത്. എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഈസ്ട്രോസൈക്കിൾ ആണ്. വാട്ട് യു മീൻ ബൈ ഈസ്ട്രോസൈക്കിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി സൈക്കിൾ ഓഫ് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദി ഫീമെയിൽസ് ഓഫ് non-primates during their reproductive phase is called ഈസ്ട്രോസൈക്കിൾ. ഈസ്ട്രോസൈക്കിൾ ഷോസ് ചെയ്യുന്നത് ഡോഗ്, ടൈഗർ തുടങ്ങിയ ജീവജാലങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന കാര്യമാണ്. എന്താണ് ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ? ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഈവൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഗാമറ്റോജെനിസിസ് ആണ്. ഗാമറ്റോജെനിസിസ്. സെക്കൻഡ് വൺ ഗമേറ്റ് ട്രാൻസ്ഫർ. തേർഡ് വൺ ഈസ് ഫെർട്ടിലൈസേഷൻ. The fourth one is called post-fertilization events. Post-fertilization events. പോസ്റ്റ്-ഫെർട്ടിലൈസേഷൻ ഈവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഒന്നാമത് സൈഗോട്ടിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് വണ്ണ് എംബ്രിയോജെനസിസിനെ കുറിച്ചിട്ടാണ്. എംബ്രിയോജെനസിസ് ഇതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടല്ലോ, ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈവൻസ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫസ്റ്റ് വണ് ഗാമറ്റോജെനസിസ് ആണ്. ഗാമിറ്റോ മീൻസ് ഗമേറ്റ് എന്നാണ്. ജെനസിസ് മീൻസ് ഫോർമേഷൻ എന്നാണ്. മീൻസ് ഗമേറ്റ്സ് ആർ ഫോംഡ് ഡ്യൂറിങ് ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസ് ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഗമേറ്റ്സ്. സെക്കൻഡ് വൺ ഈസ് ഗമേറ്റ് ട്രാൻസ്ഫർ. മെയിൽ ഗമേറ്റ്സ് ഫീമെയിൽ ഗമേറ്റ്സ് ഉണ്ടായാൽ മാത്രമല്ല അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്യൂസ് ചെയ്താൽ മാത്രമേ അടുത്ത ഇൻഡിവിജ്വൽ ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗമേറ്റ്സ് ട്രാൻസ്ഫർ മീൻസ് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഗമേറ്റ്സ്. Then third one is fertilization. Fertilization means it is a fusion of male and female gametes to form single-celled zygote is called fertilization. Fertilization എന്ന് പറഞ്ഞാൽ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റോടെ ചേർന്നിട്ട് ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഈസ് ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ടു ഫോം സിംഗിൾ-celled zygote is called fertilization. Then last one is post-fertilization events. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്-ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ട് രണ്ട് ആൾക്കാരെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് സൈഗോട്ട്. സൈഗോട്ട് മീൻസ് അറിയാലോ, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ദി സെക്കൻഡ് വൺ ഈസ് എംബ്രിയോജെനസിസ്. എംബ്രിയോജെനസിസ് വിച്ച് മീൻസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എംബ്രിയോ. സൈഗോട്ട് വളർന്നിട്ട് എംബ്രിയോ ഓർഗാനിസ് ആയിട്ട് മാറണ്ടേ, ആ എംബ്രിയോ ജനറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എംബ്രിയോജെനസിസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ.